നോക്കൂ, ഫിസിക്സിൻ്റെ രണ്ടാം ചാപ്റ്ററാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. Is it possible to calculate the time taken by the train to cross the bridge? It can be calculated accurately, but we have to understand a few things about the characteristics of motion. എന്നാണ് അയാൾ മറുപടി പറയുന്നത്. എന്താ കുട്ടി ചോദിച്ചത്? എന്താ പാലം കടക്കാൻ തീവണ്ടി എടുക്കുന്ന സമയം കണക്കാക്കാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് കണക്കാക്കാം, എന്നാൽ ചലനത്തിൻ്റെ ചില സവിശേഷതകൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആ സവിശേഷതകളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. താഴേക്ക് നോക്കൂ. എ, ബി, സി ആൻഡ് ഡി ആർ 4 ഇലക്ട്രിക് പോൾസ് erected on the side of the road. The distance between any two adjacent poles is 40 meter. അവിടെ നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് ശ്രദ്ധിക്കുക. അപ്പോൾ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ് കുട്ടി പോകുന്നത്. ഓരോ തൂണിനും 40 മീറ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. എ ടു ബി 40 മീറ്റർ, ബി ടു സി 40 മീറ്റർ, സി ടു ഡി 40 മീറ്റർ. അപ്പം എ ടു ബി ആകുമ്പോൾ 40 ആവുന്നുള്ളൂ, എ ടു സി ആകുമ്പോൾ 40 + 40 എന്നുള്ളത് വരുന്നുണ്ട്. അപ്പം 3 ഇത് തൂണ് കടക്കുകയാണെങ്കിൽ എ ടു ഡി ആണെങ്കിൽ 40 + 40 + 40 എന്ന് പറയും. അപ്പം അങ്ങനെയാണ് അത് കണക്കാക്കുന്നത്. പിന്നെ അത് തിരിഞ്ഞ് പുറമോട്ട് വരികയാണെങ്കിൽ ഡി ടു ബിയോ സിയോ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിരിക്കും. വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ചൈൽഡ്? 40 + 40 + 40 120. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കറൻറ്റ് പൊസിഷൻ സി ആൻഡ് ദ ഇനീഷ്യൽ പൊസിഷൻ ബി ഓഫ് ദ ചൈൽഡ്? ഇപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് പോകാൻ 40 മീറ്റർ. അതാണ് അതിൻ്റെ ഉത്തരം. If the child travels 40 meter from B, which are the possible positions of the child? A and C. In which direction should be child travel 40 meter to reach C from B? അത് ശ്രദ്ധിക്കുക. അടുത്തത് നമുക്ക് നോക്കാം. ഡിസ്പ്ലേസ്മെൻറ്റ്. Displacement is the straight line distance between the initial position and the final position in a definite direction. Displacement is denoted by the symbol S. S കൊണ്ടാണ് അത് സൂചിപ്പിക്കുന്നത്. യൂണിറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് മീറ്റർ. M കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. വിച്ച് ഈസ് ഓൾസോ ദ യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ്. ഒരു വസ്തു ഒരു നേർരേഖയിലൂടെ നീങ്ങുമ്പോൾ മാത്രമേ സ്ഥാനചലനത്തിൻ്റെ വ്യാപ്തിയും ദൂരവും പരിഗണിക്കുകയുള്ളൂ. ഇഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ബി ഇൻ ദ ഫോർവേഡ് ഡയറക്ഷൻ towards the east considered are positive, the displacement in the backward direction towards the west should be considered as negative. അപ്പോൾ towards the west മാത്രമേ പോസിറ്റീവായിട്ട് പറ്റുന്നുള്ളൂ, തിരിച്ചു വരുമ്പോൾ അത് നെഗറ്റീവായിട്ട് തീരുന്നു. നേരെ പോകാം, സ്ട്രെയിറ്റ് ലൈനിലൂടെ നേരെ പോകാം, അപ്പോൾ കുഴപ്പമില്ല. പിന്നെ തിരിച്ചിങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിട്ട് കണക്കാക്കാം. ഡയറക്ട്ലി ഫ്രം ബി ടു സി 40 മീറ്റർ 40 മീറ്റർ. സ്റ്റാർട്ട്സ് ബി, റീച്ചസ് ഡി ആൻഡ് റിട്ടേൺസ് ടു സി 40 മീറ്റർ ഫ്രം ബി ടു സി. പിന്നെ സ്റ്റാർട്ട്സ് ഫ്രം ബി, റീച്ചസ് എ ആൻഡ് റിട്ടേൺസ് ടു ബി 80 മീറ്റർ. ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം. ദ ചൈൽഡ് മൂവ്ഡ് ഫ്രം എ ടു ഡി, അത് നോക്കിക്കൊള്ളണം. പിന്നെ അടുത്ത എന്താണ്? ലെങ്ത് ഓഫ് ദ പാത്ത് കവേർഡ്. ഡിസ്റ്റൻസ് നമുക്ക് കണക്ക് കൂട്ടാം, പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് വരുമ്പോൾ അങ്ങനെയാണ്. സ്ട്രെയിറ്റ് ലൈനിൻ്റെ കാര്യം മാത്രമേ അതിനകത്തിൽ കണക്കാക്കുകയുള്ളൂ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഡിസ്റ്റൻസ് കവേർഡ് ആർ ഈക്വൽ ഓൺലി വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഇൻ ദ സെയിം ഡയറക്ഷൻ. സെയിം ഡയറക്ഷനിലായിരിക്കണം, എങ്കിലേ ഡിസ്പ്ലേസ്മെൻറ്റ് കണക്കാക്കാൻ പറ്റുകയുള്ളൂ. നോക്കൂ അടുത്തത്. ഡ്യൂറിങ് ദ ഇൻ്റർവൽ എ സ്റ്റുഡൻറ്റ് ഫ്രം ക്ലാസ് 9B went to the staff room. The child then proceeded to the statue of the father of the nation in the school garden and returned to the class via the school office. കുട്ടി എന്ത് ചെയ്യുന്നു? ഇൻ്റർവൽ സമയത്ത് 9Bയിലെ കുട്ടി സ്റ്റാഫ് റൂമിലേക്ക് പോയി. തുടർന്ന് സ്കൂൾ പൂന്തോട്ടത്തിൽ രാഷ്ട്രപിതാവിൻ്റെ പ്രതിമയ്ക്ക് അരികിലെത്തി. സ്കൂൾ ഓഫീസ് വഴി ക്ലാസ്സിലേക്ക് മടങ്ങി. കുട്ടി പിന്തുടരുന്ന പാത. കുട്ടിയുടെ വഴി എന്ന് പറഞ്ഞാൽ കുട്ടി 9Bയിൽ നിന്നും ക്ലാസ്സിൽ നിന്ന് റൂമിൽ മുമ്പിലുള്ള ഇടനാഴിയിലെത്തുമ്പോൾ 15 മീറ്റർ കാണാമല്ലോ. 15 മീറ്ററാണത്. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് 15 മീറ്റർ. ഇപ്പോൾ 9Bയിൽ നിന്ന് സ്റ്റാഫ് റൂം വഴി കുട്ടി രാഷ്ട്രപിതാവിൻ്റെ പ്രതിമയ്ക്ക് സമീപമുള്ള പൂന്തോട്ടത്തിലെത്തിയപ്പോൾ
15 + 70 = 85 മീറ്റർ. അപ്പോൾ നമുക്ക് 60 മീറ്റർ എന്ന് പറയുന്ന നേർരേഖയിലുള്ളതാണ്. അതായത് 9Bയിൽ നിന്നും രാഷ്ട്രപിതാവിൻ്റെ അടുത്തേക്കുള്ള ആ ലൈനിൽ കാണുന്ന ആ 60 മീറ്ററാണ് ഡിസ്പ്ലേസ്മെൻ്റായിട്ട് കണക്ക് കൂട്ടുന്നത്. അടുത്തത് അതിലൂടെ വളഞ്ഞ് കുട്ടി പോകുന്നുണ്ട്. അപ്പോൾ അതൊന്നും കണക്കാക്കില്ല ഡിസ്പ്ലേസ്മെൻറ്റിൽ. കുട്ടി 9B ക്ലാസ്സിലേക്ക് മടങ്ങുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 15 + 70 + 80 + 15 = 180 മീറ്റർ. അതാണ് ടോട്ടൽ ഡിസ്റ്റൻസ്. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് വരുമ്പോൾ 0 ആകുന്നു. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. An illustration of a child path is given in the figure. അത് നോക്കിക്കോണം. ഈ വളഞ്ഞുള്ള നേർരേഖ മാത്രമേ ഉള്ളൂ. അതായത് 30-ാം പേജ് P2R എന്ന് പറയുന്ന 72 മീറ്റർ മാത്രമേ ഡിസ്റ്റൻസായിട്ട് കൂട്ടുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിട്ട് കണക്കാക്കും. പിന്നെ നോക്കൂ, വളഞ്ഞുള്ള ആ ഒരു രേഖകൾ, അപ്പോൾ അതായത് PQRലേക്ക് പോകുന്നത് അതൊന്നും ഡിസ്പ്ലേസ്മെൻറ്റിൽ കൂട്ടുന്നില്ല. Using the child displacement 72 meter taking place in 18 years, let's find out the displacement in 1 second. Displacement in 1 second എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അതായത് 72 മീറ്ററാണ് ഡിസ്പ്ലേസ്മെൻറ്റ്, ബൈ ടൈം എത്രയാണ്? 18 സെക്കൻഡ്. അപ്പോൾ അത് അങ്ങനെ എഴുതിയിട്ട് സമം അത് കുറച്ച് നോക്കുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 4 meter/second എന്ന് കിട്ടും. ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് യൂണിറ്റ് ടൈം ഈസ് ദ വെലോസിറ്റി. വാട്ട് ഈസ് ദ ഡയറക്ഷൻ? അപ്പോൾ അത് ഡയറക്ഷൻ നമുക്കറിയാമല്ലോ, ചോദ്യത്തിലുണ്ടത്. ഡിഡിൻറ്റ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് വെലോസിറ്റി ആർ ദ സെയിം? വെലോസിറ്റി എന്ന് പറയുന്നത് V എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പം വെലോസിറ്റി കാണാൻ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് V = S/T എന്ന് കാണാം. യൂണിറ്റ് ഓഫ് വെലോസിറ്റി, യൂണിറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ യൂണിറ്റ് ഓഫ് ടൈം, M/S എന്ന് കാണാം. വെലോസിറ്റി ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ യൂണിറ്റ് ടൈം. വെലോസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അത് പ്രത്യേകം ഓർത്തോണം. വെലോസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ആർ ദ സെയിം. The unit of velocity is meter/second. The displacement of an object does not depend on the path of the object, but to calculate velocity, the total time taken to cover the actual distance should be considered. അതായത് കുട്ടിയുടെ പാതയുടെ ചിത്രങ്ങളൊക്കെ കണ്ടു. നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് 1 സെക്കൻഡിൽ എങ്ങനെയാണെന്ന് കണ്ടു. V = S/T എന്നുള്ളത് നമ്മൾ കണ്ടു. യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തുവിൻ്റെ സ്ഥാനചലനമാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. വെലോസിറ്റി ഒരു വെക്റ്റർ അളവാണ്. വെലോസിറ്റിയുടെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ദിശ ഒന്ന് തന്നെയാണ്. വെലോസിറ്റിയുടെ യൂണിറ്റ് meter/second ആണ്. ഒരു വസ്തുവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വസ്തുവിൻ്റെ പാതയെ ആശ്രയിക്കുന്നില്ല. എന്നാൽ വേഗത കണക്കാക്കാൻ യഥാർത്ഥ ദൂരം മറികടക്കാൻ എടുക്കുന്ന മൊത്തം സമയം പരിഗണിക്കണം. അതായത് അടുത്തത് ഒരു കാറിൻ്റെ ഇതാണ് കാണിച്ചിരിക്കുന്നത്. കാറ് യൂണിഫോം വെലോസിറ്റി ആൻഡ് നോൺ യൂണിഫോം വെലോസിറ്റി. ആദ്യത്തെ കാറാണെന്നുണ്ടെങ്കിൽ 10 മീറ്റർ, 20 മീറ്റർ, 30 മീറ്റർ, 40, അങ്ങനെ 60 വരെയുണ്ട്. 200 മീറ്ററാണ് ടോട്ടൽ. രണ്ടാമത്തെ കാറാണെന്നുണ്ടെങ്കിൽ 10, അത് കഴിഞ്ഞിട്ട് 30 കാണിച്ചിരിക്കുന്നത്, പിന്നെ 40, 60. അപ്പോൾ 200 മീറ്ററാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ always same because the displacement of the car in every 1 second is always same. അപ്പോൾ ആദ്യത്തെ കാറാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് അതിൻ്റെ ഓൾവേസ് സെയിം ആണ്. ഇപ്പോൾ രണ്ടാമത്തേതാണെന്നുണ്ടെങ്കിൽ 10 കഴിഞ്ഞാൽ പിന്നെ 30, പിന്നെ 40, പിന്നെ 60, അങ്ങനെയാണ്. നോട്ട് ഓൾവേസ് സെയിം. 10 മീറ്റർ, പിന്നെ 20 മീറ്റർ, എഗെയിൻ 20, അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കറക്റ്റല്ല. ഈസ് ദ വെലോസിറ്റി ഓഫ് എ കാർ എ ഓൾവേസ് ദ സെയിം എന്നാണ് ചോദ്യം. ഓൾവേസ് സെയിം എന്നെഴുതാം ആദ്യത്തേൻ്റെ ഉത്തരം. ബിക്കോസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ കാർ ഇൻ എവറി 1 സെക്കൻഡ് ഈസ് ഓൾവേസ് സെയിം എന്ന് കാണാം. അപ്പം നമുക്കിനി അടുത്തത്, ആൻ ഒബ്ജക്റ്റ് മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഈസ് ഇൻ യൂണിഫോം വെലോസിറ്റി ഇഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ അറ്റ് ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം.
വേഗതയുടെ വ്യാപ്തി മാറുന്നില്ലെങ്കിലും ദിശ മാറുന്നതിനാൽ വേഗത മാറുന്നു. ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന വസ്തു ഏകീകൃത വേഗതയിലാണ്. സ്ഥാനചലനത്തിൻ്റെ അളവ് തുല്യ ഇടവേളകളിൽ തുല്യമാണെങ്കിൽ വസ്തുവിൻ്റെ വെലോസിറ്റി മാറുകയാണെങ്കിൽ വേഗത വ്യത്യാസപ്പെടാതെ ഏകീകൃതമല്ലാത്ത പ്രവേഗത്തിലായിരിക്കും. ഇഫ് സ്പീഡ് പറഞ്ഞല്ലോ, ഇഫ് സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ചേഞ്ചസ് വെലോസിറ്റി വിൽ ഓൾസോ ചേഞ്ച്. വെലോസിറ്റിയും ചേഞ്ച് ചെയ്യും. സ്പീഡും ഡയറക്ഷനും ചേഞ്ച് ആണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി ഓൾവേസ് ഓൾസോ ചേഞ്ച്. ഈവൻ ഇഫ് എനി വൺ ഓഫ് ദീസ് ചേഞ്ചസ് ദ വെലോസിറ്റി വിൽ വേരി. ഇഫ് ദ വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് ചേഞ്ചസ് then it will be non-uniform velocity. അപ്പം നോൺ യൂണിഫോം വെലോസിറ്റി എന്താണ്, യൂണിഫോം വെലോസിറ്റി എന്താണ്, അത് അങ്ങനെ ഒരു ചോദ്യങ്ങൾ വരാവുന്നതാണ്. പിന്നെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മോഷൻ ഓഫ് എ സ്റ്റോൺ ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അത് നോൺ യൂണിഫോമാണ്. എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി കല്ലെടുത്ത് എറിയുകയാണ്, മേളിലോട്ട് എറിയുകയാണെന്നുണ്ടെങ്കിൽ അത് പോകുന്നതും വരുന്നതും അത് എറിയുന്നതിൻ്റെ സ്വഭാവവും എല്ലാം ആശ്രയിച്ചിരിക്കും. അതിനൊരു യൂണിഫോം ഏകീകൃത സ്വഭാവമില്ല. വെൻ ലൈറ്റ് ട്രാവൽസ് ത്രോ വാക്വം, അന്തരീക്ഷത്തിൽ കൂടി ലൈറ്റ് തെളിക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് സ്വിച്ച് ഇടുക, തെളിച്ചു, അത് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യുക, അപ്പോൾ കറക്റ്റായിട്ട് പോയിട്ട് വരും. അപ്പോൾ യൂണിഫോമിറ്റി ഉണ്ട് അതിന്. എ ബസ് സ്റ്റാർട്ട്സ് ഫ്രം എ ബസ് സ്റ്റോപ്പ് ആൻഡ് ഈസ് മൂവിങ് ഫോർവേഡ്. അപ്പം ഒരു ബസ് സ്റ്റോപ്പിൽ നിർത്തിയിട്ട് പിന്നെ അത് ആക്സിലറേറ്റർ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ കുറച്ച് സമയം പിടിക്കുക. അതിനൊരു യൂണിഫോമിറ്റി ഇല്ല. അപ്പോൾ അതുകൊണ്ട് നോൺ യൂണിഫോം ആണെന്ന് ഓർത്തോണം. എ ട്രെയിൻ ട്രാവലിംഗ് അറ്റ് എ യൂണിഫോം സ്പീഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ. യൂണിഫോം ഉണ്ട്, യൂണിഫോം വെലോസിറ്റി ഉണ്ട്. സ്വിങ്ങിങ് ആണ്, അതിന് എന്നാണ്, നോൺ യൂണിഫോം വെലോസിറ്റിയാണ്. അപ്പോൾ അത് ഓർത്തോണം. ലൈറ്റ് ട്രാവൽസ് ത്രോ വാക്വം, മോഷൻ ഓഫ് എ സ്റ്റോൺ ഡ്രോപ്ഡ്, അതൊക്കെ ഇപ്പോൾ പറഞ്ഞല്ലോ, അത് ഓർത്തോണം, ശ്രദ്ധിച്ചോണം. അടുത്തത് ആക്സിലറേഷൻ. When the bus travels from A to B, the velocity at A is initial velocity എന്ന് പറയുന്നത്. The velocity at B is final. നോക്കണം, ആ ചിത്രങ്ങൾ നോക്കണം, എങ്കിലേ അത് കൂടുതലായിട്ട് മനസ്സിലാവുള്ളൂ. അത് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഇനിഷ്യൽ വെലോസിറ്റി. വൈൽ കൺസിഡറിങ് ദ മോഷൻ ഫ്രം B to C, the velocity B is initial velocity. അപ്പോൾ അതിൻ്റെ താഴെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അടുത്ത് നോക്കൂ. Acceleration is the change in velocity of an object in unit time. The rate of change of velocity. Acceleration എങ്ങനെയാണ് കാണുന്നത്? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. A സമം V മൈനസ് U ബൈ T. അങ്ങനെ അത് ശ്രദ്ധിച്ചോണം. അതൊക്കെ ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. ആക്സിലറേഷൻ ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അതും ശ്രദ്ധിച്ചോണം. V സമം U പ്ലസ് AT. അതായത് യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ യൂണിറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ യൂണിറ്റ് ഓഫ് ടൈം. അതായത് എ കാർ ഈസ് മൂവിങ് അലോങ് എ സ്ട്രൈറ്റ് റോഡ് വിത്ത് എ വെലോസിറ്റി ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ്. അത് നോക്കണം. അത് അപ്പോൾ ഫൈനൽ വെലോസിറ്റി കാണാൻ V സമം U പ്ലസ് AT എന്ന് കാണാം. അതായത് A കാണാൻ V മൈനസ് U ബൈ T അങ്ങനെയാണ് കാണുന്നത്. അത് ശ്രദ്ധിച്ചോണം. The velocity of an object changes from 4 meter per second to 28. അതും അതിൻ്റെ താഴെ ഒരു ചെറിയ കണക്കാണത്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് അതിനകത്തിലുള്ളത്. അത് നോക്കണം. ഈസ് ദെയർ ആൻ ആക്സിലറേഷൻ വെൻ ദ സ്പീഡ് ഡിക്രീസസ്? കുറയുന്നുണ്ടോ എന്ന് ആക്സിലറേഷൻ ഹൈ ആകുമ്പോഴും. An object is in uniform acceleration if the rate of change of velocity is equal at equal intervals of time, but if the rate of change of velocity of an object varies differently at equal intervals of time, then it is in non-uniform acceleration. ആക്സിലറേഷനിലും യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം ആക്സിലറേഷൻ ഉണ്ട്. ഒരു വസ്തുവിൻ്റെ യൂണിറ്റ് സമയത്തിലോ അല്ലെങ്കിൽ വെലോസിറ്റിയിലോ ഉള്ള വെലോസിറ്റിയുടെ മാറ്റമാണ് ആക്സിലറേഷൻ. ഇതൊരു വെക്റ്റർ അളവാണ്. ആക്സിലറേഷൻ സമം പറഞ്ഞല്ലോ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. അടുത്തത് A സമം V മൈനസ് U ബൈ T എന്നുള്ളത് നോക്കിക്കണം. അടുത്തത് ആൻ ഒബ്ജക്റ്റ്. ഇപ്പോൾ നമ്മൾ വായിച്ചതിൻ്റെ വേഗതയുടെ മാറ്റത്തിൻ്റെ നിരക്ക്
ഒരു സമയത്തിൻ്റെ തുല്യ ഇടവേളകൾക്ക്, അതായത് ആക്സിലറേഷൻ ഇൻ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് ഈക്വൽ അറ്റ് ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. സമയത്തിൻ്റെ തുല്യ ഇടവേളകൾക്ക് തുല്യമാണെങ്കിൽ ഒരു വസ്തു യൂണിഫോം ആക്സിലറേഷനിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ വസ്തുവിൻ്റെ വേഗതയുടെ മാറ്റത്തിൻ്റെ നിരക്ക് തുല്യമായ ഇടവേളകളിൽ വ്യത്യാസപ്പെടുന്നുണ്ടെങ്കിൽ അത് നോൺ യൂണിഫോം ആക്സിലറേഷൻ അറ്റ് ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം വേരിയസ് ഡിഫറൻ്റ്ലി ആണെങ്കിൽ നമുക്കത് നോൺ യൂണിഫോം ആക്സിലറേഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഇതാണ്. റോഡ് സയൻസ് ആൻഡ് റോഡ് മേക്കിംഗ് have been implemented to reduce road accidents and to ensure safety. Road signs can be broadly classified into 3 categories. Haven't you noticed signboards erected on roads? ഇപ്പം റോഡ് ആക്സിഡൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് സൈൻ ബോർഡുകൾ അവിടെ ഇവിടെയൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ അതുകൂടെ അനുവർത്തിച്ചെങ്കിൽ മാത്രമേ ആക്സിഡൻസ് കുറയുന്നുള്ളൂ. നോക്കൂ, മാൻഡേറ്ററി സയൻസ് ഇൻഡിക്കേറ്റിംഗ് മാൻഡേറ്ററി കോംപ്ലയൻസ്, കോഷണറി സയൻസ് വാണിംഗ്, അത് മുന്നറിയിപ്പിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ റൗണ്ട് എന്ന് പറയുന്നത് നിർബന്ധിതമായിട്ടുള്ള. ഇൻഫാക്ടറി സയൻസ് ബേസിക് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വിവര സൂചനയുടെയാണ്. അതായത് മാൻഡേറ്ററി സയൻസ് ഏതൊക്കെയാണ്? നോ പാർക്കിംഗ്, അവിടെ കൊണ്ടുവന്ന് സൈക്കിളും കാറും ഒന്നും നിർത്താനും പാടില്ല, അവിടെ കുറേ നേരം വെച്ച് അവർ ഫൈൻ അടിക്കും. അടുത്തത് നോ ബൈസിക്കിൾ പാടില്ല, ബൈസിക്കിളിൻ്റെ പടം കൊടുത്തിട്ട് ഒരു വെട്ട് കൊടുത്തിരിക്കുക. നോ ഹോൺ അടിക്കാൻ പാടില്ല, ചില കോടതിയുടെ ചില ഹോസ്പിറ്റലിൻ്റെ ഒക്കെ ഇടയ്ക്ക് ചെന്ന് അങ്ങനെ ചെയ്യാം. പിന്നെ ഹമ്പുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു ഇതെല്ലാം എല്ലാവരും പഠിച്ചിരിക്കുകയും അത് ഫോളോ ചെയ്യുകയും ചെയ്യണം. അടുത്ത നാരോ ബ്രിഡ്ജ്, അടുത്ത സ്കൂൾ എഹെഡ് കുട്ടികൾ ഓടുന്നതിൻ്റെ, പിന്നെ പെട്രോൾ പമ്പ്, പോലീസ് സ്റ്റേഷൻ, ഹോസ്പിറ്റല്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. റോഡ് മാർക്കിംഗ്, അത് സീബ്ര ലൈൻ ഇട്ടിരിക്കുന്നത് അതിലൂടെ പോകാൻ വേണ്ടി. ക്രോസിംഗ് ദ റോഡ്, മൂവിങ് ഇൻ ഗ്രൂപ്പ്സ് അലോങ് ദ റോഡ്, പ്ലേയിങ് നിയർ ദ റോഡ്, ഡ്രൈവിംഗ് എ മോട്ടോർ വെഹിക്കിൾ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഡു ആക്സിഡൻറ്റ്സ് ഓക്കർ ഓൺലി ബിക്കോസ് ട്രാഫിക് റൂൾസ് ആർ ഡിസൊബെയ്ഡ്. ഇപ്പോൾ ട്രാഫിക് റൂൾസ് അനുസരിക്കേണ്ടതാണ്. ഡിസൊബേ ചെയ്ത് കഴിഞ്ഞാൽ ആക്സിഡൻറ്റ്സ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതാണ് ശരി, കറക്റ്റ്. അടുത്തത് ഒഫീഷ്യൽ വെബ്സൈറ്റാണ് ഓഫ് കേരള പോലീസിൻ്റെ. അപ്പോൾ ഇതിനകത്തിൽ കൊടുത്തിരിക്കുന്നത് ഗ്രാഫ് ആണ്. നമ്മൾ ഇനി അടുത്തത് നോക്കുക. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് മോഷൻ. A graph showing the number of road accidents in Kerala 2016 to 2022 is given below. എന്താണ് നമ്മൾ ആ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവുന്നത്? അപ്പോൾ നമുക്ക് നോക്കിയാൽ 2016 ആണ്. അപ്പോൾ മേളിലോട്ട് നോക്കുന്നതിന് നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? The number of road accidents in Kerala about 39,000. നോക്കിയാണ്, അത് ശ്രദ്ധിച്ചാണ്. ഇപ്പോൾ ഈ പറഞ്ഞതും കൂടെ വെച്ച് ആ ഗ്രാഫ് ശ്രദ്ധിക്കുക. A slight decreases in 2017. അടുത്ത് നോക്കൂ, 39,000 ആണ് അന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 38,000 increases to 40,000 in 2018. The rate continued in 2019 also as 40,000 വന്നിട്ട്. After the accident rate decreases in 2020, it is about 28,000. After 2020, the rate again increases in 2021, it became 35,000. In 2022, the rate increased 42,000. കണ്ടില്ലേ? 2022. പിന്നെ അടുത്ത it became least in 2020. It was the COVID period. After 2020, the number of accidents increased about 15,000. അപ്പോൾ ആ ഗ്രാഫ് നോക്കി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അങ്ങനെ നമുക്കത് പഠിക്കാൻ സാധിക്കും. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് മോഷൻ, അത് നോക്കിക്കണം. OX, the several segments of length 1 centimeter and breadth 1 centimeter. അപ്പോൾ ഗ്രാഫിൻ്റെ കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിച്ച് നോക്കി, ആദ്യത്തെ ഗ്രാഫ് തന്നെ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വിശദ വിവരങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ വെലോസിറ്റി കാണാൻ അത് പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഗ്രാഫിൻ്റെ അത്രയും കാര്യങ്ങൾ അതിപ്പം ആദ്യത്തെ നോക്കിയാൽ അറിയാൻ പറ്റുക. ഗ്രാഫും ഇതും താഴത്തെ മേളത്തെ ഇതുകൂടെ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് കാര്യങ്ങൾ നമുക്കങ്ങനെ എഴുതാനും പറ്റും. ഒരു ഗ്രാഫ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട്. A suitable scale has to be taken to limit the data of the graph to the size of the graph paper. പെൻസിൽ കൊണ്ട് അങ്ങനെ അടയാളപ്പെടുത്തി റെഡിയാക്കി എടുക്കാൻ പറ്റും. On a velocity time graph, displacement of an object within a definite time interval is equal to the area of the portion under the graph at
ദാറ്റ് ഇൻ്റർവൽ. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്രാഫിൽ അടയാളപ്പെടുത്താൻ സാധിക്കും. ആ ഗ്രാഫ് പേപ്പർ കാണുമ്പോൾ തന്നെ അതിൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ പാഠത്തിലെ കാര്യങ്ങൾ. അപ്പം എല്ലാവരും ഭംഗിയായിട്ട് 1-2 തവണ ഇത് കേൾക്കുക. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും. നമുക്ക് അടുത്ത പാഠമായിട്ട് കാണാം. താങ്ക് യു.